വടക്കൻ ഗസയിലേക്ക് ജനങ്ങൾക്ക് മടങ്ങാനുള്ള സാധ്യതയും സൗകര്യങ്ങളും പരിശോധിക്കാൻ UN സംഘത്തെ ചുമതലപ്പെടുത്തുമെന്ന് ഇസ്രായേൽ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം US സെക്രട്ടറി ജനറൽ ആന്റണി ബ്ലിങ്കൻ. ഇസ്രായേൽ ലെബനാൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാണ്. ഹിസ്ബുള്ളയുടെ വ്യോമ വിഭാഗം തലവന്മാരിൽ ഒരാളെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ. അമേരിക്കയും ബ്രിട്ടന്റെയും ഭീഷണി തള്ളി ഹൂത്തികൾ ചെങ്കടലിൽ ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തി. BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സുഹൈല, ഗസയിൽ ആക്രമണങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ശക്തമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ലബനാൻ അതിർത്തിയിലടക്കം ആക്രമണം അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സന്ദർഭത്തിൽ കൂടിയിട്ടാണ് ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തുന്നത്, ചർച്ചകൾ നടത്തുന്നത്. എങ്ങനെയായിരുന്നു സന്ദർശനം? ആന്റണി ബ്ലിങ്കനും ഇന്നലെ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമായി ഒരു പോസിറ്റീവായുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വടക്കൻ ഗസയിലേക്ക് സാധാരണക്കാർക്ക് മടങ്ങാനുള്ള ഒരു അവസരത്തെക്കുറിച്ച് പഠിക്കാൻ UN പ്രത്യേകമായിട്ടുള്ളൊരു റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ്. UN ചേർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ ചില പഠനങ്ങൾ നടത്തുകയും അതിനുശേഷം ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്യുക എന്ന ഒരു നിലപാടിലേക്ക് അമേരിക്കയും ഇസ്രായേലും എത്തി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ 2-3 കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒന്ന്, അവിടെയുള്ള ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, വടക്കൻ ഗസയിലെ സ്ഥിതിഗതികൾ എന്താണ് എന്ന ഒരു അസസ്മെൻറ്റ് നടത്തും. ഒരു കണക്കെടുപ്പ് അക്കാര്യത്തിൽ നടക്കും. ഏതൊക്കെ മേഖലകളാണ് വാസയോഗ്യമായിട്ടുള്ളത് എന്നതടക്കമുള്ള ഏതൊക്കെ വീടുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം വടക്കൻ ഗസയിലെ ഏകദേശം 90% പാർപ്പിട സമുച്ചയങ്ങളും തകർത്തുകൊണ്ടാണ് ഇസ്രായേൽ തെക്കൻ ഗസയിലേക്ക് അവരുടെ അധിനിവേശം വ്യാപിപ്പിച്ചത്. ഇനി ആ മേഖലകളിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, സാധാരണക്കാർക്കുമേലുള്ള യുദ്ധം അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഒരു തീവ്രത കുറക്കണം എന്ന രൂപത്തിലുള്ള ചില നിർദ്ദേശങ്ങളും നെതന്യാഹുവിന് ബ്ലിങ്കൻ നൽകിയതായിട്ട് അദ്ദേഹം തന്നെ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കുക എന്ന ആത്യന്തികമായിട്ടുള്ള കാര്യം അതിന് ഇപ്പോഴും വഴങ്ങിയിട്ടില്ല അമേരിക്ക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന്റണി ബ്ലിങ്കൻ്റെ ഈ സന്ദർശനത്തിലും സീസ് ഫയർ എന്നുള്ളൊരു വെടിനിർത്തൽ എന്നുള്ളൊരു കാര്യം ഇപ്പോഴും അതിൻ്റെ അജണ്ടയിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഇപ്പോഴും ഈ ഗസക്കുള്ളിൽ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 100 കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതോടൊപ്പം തന്നെ ലബനാൻ അതിർത്തിയിലും ഇപ്പോൾ വലിയ പോരാട്ടം നടക്കുകയാണ്. ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡറെ അടക്കം കഴിഞ്ഞ ദിവസം വധിച്ചു. ഇപ്പോഴും ഹിസ്ബുള്ളയുടെ മേഖലകളിൽ, ലബനാൻ ഹിസ്ബുള്ളയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിൽ നിന്ന് 70,000-ലധികം വരുന്ന ആളുകളെ മാറ്റിയതായുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരികയാണ്. ശരി, എന്തായാലും ആക്രമണങ്ങൾ ഒരു ഭാഗത്ത് ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. ഈ സന്ദർശനത്തിൽ ബ്ലിങ്കൻ അവിടെ നടത്തിയ സന്ദർശനത്തിൽ വടക്കൻ ഗസയിലേക്ക് തിരികെ ജനങ്ങൾക്ക് എത്താനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു BK സുഹൈൽ.